കണ്ണൂർ പള്ളിക്കുന്നിൽ ഇന്നലെ ലോറിയിൽ ബസ് ഇടിച്ചുണ്ടായ ഒരു അപകടം. അതിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തുവരികയാണ്. അമിത വേഗതയിൽ അശ്രദ്ധമായി ലോറിയെ മറികടക്കാനുള്ള ബസിന്റെ ശ്രമമാണ് ഈ അപകടത്തിലേക്ക് എത്തിച്ചത്. അപകടത്തിൽ സ്വകാര്യ ബസ് ഇടിച്ച് നിയന്ത്രണം വിട്ട ലോറി ഡ്രൈവർ മരിച്ചിരുന്നു. അമിത വേഗം, അശ്രദ്ധ, അത് നിരത്തുകളിൽ ജീവനെടുക്കുന്നതിന്റെ ഒരു ഉദാഹരണമാണ് കണ്ണൂർ പള്ളിക്കുന്നിൽ ഇന്നലെ വൈകിട്ട് 3:30 കണ്ടത്. ദേശീയപാതയാണ്, കണ്ണൂർ തളിപ്പറമ്പ് ദേശീയപാത, 2 വരി പാതയാണ്. അതിനോട് ചേർന്നാണ് ഇന്നലെ അപകടമുണ്ടായത്. തളിപ്പറമ്പ് ഭാഗത്തു നിന്ന് വന്ന സ്വകാര്യ ബസ് അത് ഈ ലോറിയെ മറികടക്കാനുള്ള ശ്രമത്തിനിടയിൽ അതിന്റെ പിൻഭാഗത്ത് ഇടിച്ചു. അങ്ങനെ അതിനുശേഷം നിയന്ത്രണം വിട്ട ലോറി ഇവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിൽ ഇടിച്ചതിന് ശേഷമാണ് നിന്നത്. ആ മരം ഒന്നാകെ കടപുഴകി ഇവിടെ വീണ് കിടക്കുന്നുണ്ട്. ഈ ക്യാബിനും അതുപോലെ ഈ സീറ്റിനും സ്റ്റിയറിംഗിനും ഇടയിൽ കുടുങ്ങിയാണ് ജലീൽ മരിച്ചത്. വളരെ പണിപ്പെട്ടാണ് ജലീൽ ഇതിനുള്ളിൽ നിന്ന് പുറത്തെടുത്തത്. സംഭവ സ്ഥലത്ത് തന്നെ ജലീൽ മരിച്ചു. ഇതിന്റെ ഉടമ കൂടി ഈ ലോറിയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം ആ ഇടതുവശത്താണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. ഈ അപകടം ഉണ്ടായത് ഇപ്പോൾ ആ CCTV ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാകുന്നത് ഈ സ്വകാര്യ ബസ്സുകൾ അത് ഈ റൂട്ടിൽ, അതായത് കണ്ണൂർ പയ്യന്നൂർ റൂട്ടിലായാലും കാസർഗോഡ് റൂട്ടിലായാലും കോഴിക്കോട് റൂട്ടിലായാലും ലിമിറ്റ് സ്റ്റോപ്പ് സ്വകാര്യ ബസ്സുകൾക്ക് മുന്നിൽപ്പെട്ട എല്ലാവർക്കും മനസ്സിലാകുന്ന ഒന്നാണ്. എത്രത്തോളം അമിത വേഗത്തിലും അശ്രദ്ധമായും മറ്റുള്ള വാഹനങ്ങളെ പരിഗണിക്കാതെയുമാണ് സ്വകാര്യ ബസ്സുകൾ മത്സരയോട്ടം ഈ പാതയിൽ നടത്തുന്നത്.